PSCയിൽ സാധാരണ കാണുന്ന ചോദ്യങ്ങളാണ് LCUവും HCFുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ ഒരു ചോദ്യം ഇതാണ്: 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗം 4, 5, 6 എന്നീ സംഖ്യകളുടെ ഈ LCMനോട് 2 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും. അപ്പോൾ ഈ 4, 5, 6 എന്നീ സംഖ്യകളുടെ LCM കാണണമല്ലോ. LCM കാണാനായിട്ടുള്ള മാർഗം 4, 5, 6 ഇത് 3ഉം കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ. ഇത് 3ഉം ഒരു ടേബിളിലുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് കൂടുതൽ വരുന്നത് 4, 6 2ൻ്റെ ടേബിളിലുണ്ടല്ല. 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. 4നകത്ത് 2 പ്രാവശ്യം. 5ൻ്റെ ടേബിളിൽ 2 ഇല്ല, അതുകൊണ്ട് 5 അതുപോലെ ഇറക്കി താഴെ എഴുതാം. 6നകത്ത് 2 3 പ്രാവശ്യം. അപ്പോൾ ഇനി ഇത് 3ഉം എന്തായി? ഒരു അഭാജ്യ സംഖ്യ. ഇത് 3ഉം ഭാഗിക്കാൻ പറ്റാത്ത സംഖ്യകളാണ്. അപ്പം നമുക്ക് LCM എന്ന് പറയുന്നത് ഈ പുറത്തുള്ള ഇത്രയും സംഖ്യകളുടെ പ്രോഡക്റ്റാണ്. എന്ത്? ഗുണനഫലമാണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ LCM = 2 × 2 × 5 × 3 4 20 3 ഗുണിക്കുമ്പോൾ 60. അതിനോട് കൂടി 2 കൂട്ടുന്ന സംഖ്യ. ശിഷ്ടം 2 വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനോട് കൂടി 2 കൂട്ടി എത്ര കിട്ടും? ആൻസർ 62. ആൻസർ ഈസ് ഓപ്ഷൻ സി. രണ്ടാമത്തെ ചോദ്യം: 8, 15, 12 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം 8നെ ഏതോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 4 ശിഷ്ടം വരുന്നു, 15നെ ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വരുന്നു, 12നെ ഹരിക്കുമ്പോൾ ശിഷ്ടം 8 വരുന്നു എന്നിങ്ങനെയുള്ള ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ 8ൽ നിന്ന് 4 കുറച്ച് നോക്കി, ഉത്തരം 4 വരുന്നുണ്ട്. 15ൽ നിന്നും 11 കുറച്ച് നോക്കി, ഉത്തരം 4 വരുന്നു. അതുപോലെ 12ൽ നിന്ന് 8 കുറച്ചു, അപ്പോഴും ഉത്തരം 4 വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ 8, 15, 12 എന്നീ സംഖ്യയുടെ LCM കണ്ടിട്ട് അതിൽ നിന്ന് 4 കുറച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ആ ഏറ്റവും ചെറിയ സംഖ്യ. അപ്പം നമുക്ക് നോക്കാം. 8, 15, 12 എന്നിവയുടെ LCM എടുക്കാം. 15 2ൻ്റെ ടേബിളിൽ വരില്ലല്ലോ, അപ്പോൾ 2 കൊണ്ട് 8നെ ചെയ്ത് നോക്കാം. 4 15 അതുപോലെ ഇറക്കി എഴുതി. 6 വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്താൽ 2 15 അതുപോലെ ഇറക്കി എഴുതി. 3 ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വേണമെങ്കിൽ ഇതിനെ നമുക്ക് 3 കൊണ്ട് ചെയ്താൽ 2 ഇറക്കി എഴുതി. 5 3 15 ഇതിന് 1 വരാം. അപ്പോൾ ഇതെല്ലാം തീർന്നല്ലോ. സോ എന്തൊക്കെ തമ്മിൽ ഗുണിക്കണം? ഈ പുറത്തുള്ള ഇത്രയും സംഖ്യകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും LCM എന്ന് പറയുന്നത്. സോ LCM = 2 × 3 2 × 3 × 2 × 5 എത്ര വരും? 2 2 4 3 12 12 2 24 × 5 120 കേട്ടോ. നമുക്ക് 120ൽ നിന്ന് എത്ര കുറച്ച് നോക്കണം? 4 കുറച്ച് നോക്കിയാൽ പോരെ. 120 4 കുറച്ചാൽ 116 കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ LCM എന്ന ആശയത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം ഇതാണ്: 3 ക്ലോക്കുകൾ യഥാക്രമം 3 മിനിറ്റിലും 15 മിനിറ്റിലും 45 മിനിറ്റിലും ബീപ്പ് ശബ്ദം പുറപ്പെടുവിക്കുന്നു. 3 ക്ലോക്കുകളും രാവിലെ 6:15 ഒരുമിച്ച് ബീപ്പ് ശബ്ദം പുറപ്പെടുവിച്ചിരുന്നു എങ്കിൽ എത്ര സമയമാകുമ്പോൾ വീണ്ടും ഒരുമിച്ച് ബീപ്പ് ശബ്ദം പുറപ്പെടുവിക്കും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 3, 15, 45 എന്നിവയുടെ LCM കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലായല്ലോ. 3, 15, 45 എൻ്റെ LCM നമ്മൾ എടുക്കുന്നു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 5, 15 എന്ന് വരും. വീണ്ടും നമുക്കിതിനെ 5 കൊണ്ട് ചെയ്താൽ 1, 1, 3 എന്ന് വരും. അപ്പം ബാക്കി പുറത്തുള്ള അത്രയത്തിൻ്റെയും പ്രോഡക്റ്റ് ആണല്ലോ ഇനി LCM എന്ന് പറയുന്നത്. 3 15 × 3 45. LCM എത്രയാണ്? 45 എന്ന് കിട്ടി. അപ്പോൾ ആദ്യം ബീപ്പ് സൗണ്ട് പുറപ്പെടുവിച്ചത് ഏത് സമയത്തായിരുന്നു? 6:15 അപ്പോൾ 6:15 കൂടി നമ്മൾ 45 കൂടി ആഡ് ചെയ്താൽ മതി. 45 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താവും? 5 0 4 1 5 1 6 6:60. ദാറ്റ് മീൻസ് എത്രയാണ്? 7 മണി. 7. അടുത്തത് 7 AM എന്ത്? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറല്ലേ. അപ്പോൾ അതുകൂടെ ചേർത്തോടെ നമ്മൾ എന്ത് പറയണം? 7 മണിയായി. 7 മണിക്കായിരിക്കും
അടുത്ത ബീപ്പ് സൗണ്ട് പുറപ്പെടുവിക്കുക. ഓക്കെ, 3 ഒന്നിച്ച്. ഇനി അടുത്ത രാശിയം എന്ന് പറയുന്നത് ദശാംശ സംഖ്യ. ഡെസിമൽ നമ്പേഴ്സ് തന്നാൽ അവയുടെ LCM നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരേ എണ്ണം അളവുള്ള സീറോസ് ഉള്ള സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിന് സാധാരണ എണ്ണസംഖ്യകളാക്കി മാറ്റുക. അതായത് 2.25 × 100. എന്തുകൊണ്ടാണ് 100 ചെയ്യാൻ കാരണം? പോയിന്റിന് ശേഷം 2 നമ്പറാണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് 2 പൂജ്യമുള്ള ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളതിനെ എന്താക്കുന്നു? 225 1.8. അപ്പോൾ ഇവിടെ ഒരെണ്ണേ ഉള്ളതെന്ന് ചോദിച്ചിട്ട് 10 കൊണ്ട് ചെയ്യരുത്. കാരണം നമ്മൾ എല്ലാത്തിലും ഒരേ സംഖ്യ തന്നെ ഗുണിക്കണം. അപ്പോൾ ഇവിടെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും? 180. 1.35 × 100 എന്ന് പറയുമ്പം 135. ഇനി ഈ കിട്ടിയ സംഖ്യകളുടെ LCM ലസാഗുവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 225, 180, 135. ഇവയുടെ LCM നമുക്ക് 5 കൊണ്ട് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ 5 കൊണ്ട് ചെയ്യുമ്പം ഇത് 45 വരും. ഇത് 5 കൊണ്ട് ചെയ്യുമ്പോൾ 36 വരും. ഇത് 5 കൊണ്ട് ചെയ്യുമ്പം 27. വീണ്ടും നമ്മൾ 5 കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ? ഞാനങ്ങനെ എഴുതിപ്പോയെങ്കിൽ ഞാൻ ഒന്ന് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോ. 2-നകത്ത് 5 ഇല്ല. 22-നകത്ത് 5 4 പ്രാവശ്യം. 22, 4, 5, 20 അല്ലേ? ബാക്കി ഒരു 2 ഉണ്ടല്ലോ. 2 5-നോട് ചേർത്ത് നിൽക്കുമ്പോൾ 25. 25-നകത്ത് 5 പ്രാവശ്യം. ഇനി 1-നകത്ത് 5 ഇല്ല. 18-നകത്ത് 5 5 15. അപ്പം 3 എഴുതി. ബാക്കി റിമൈൻഡർ ഒരു 3 ഇവിടെ ഉണ്ട്. 3 ഈ 0യോട് ചേർത്ത് നിർത്തി 30-നകത്ത് 5 6 പ്രാവശ്യം. 13-നകത്ത് 5 2 പ്രാവശ്യം. റിമൈൻഡർ 3 ഉണ്ട്. ആ 3 ഈ 5-നോട് ചേർത്ത് ഇപ്പോൾ 35-നകത്ത് 7 പ്രാവശ്യം. വീണ്ടും നമ്മളിതിനെ എന്തുകൊണ്ട് ചെയ്യുന്നു? 3 കൊണ്ട് ചെയ്യാം. 3 കൊണ്ട് ചെയ്യുമ്പോൾ 4-നകത്ത് 3 1 പ്രാവശ്യം. ഒരു റിമൈൻഡർ 1 ഉണ്ടാവും. 1 5-നോട് ചേർക്കുമ്പോൾ 15-നകത്ത് 3 പ്രാവശ്യം. 36-നകത്ത് 3 3-നകത്ത് 3 1 6-നകത്ത് 3 2 പ്രാവശ്യം. 27-നകത്ത് 9-ൻ്റെ ടേബിളിലുണ്ടല്ലോ. 9 3s ആണ് എന്താ 27. സോറി, ഇവിടെ 5 ആയിരുന്നേ. ഇവിടെ 15-നകത്ത് 3 5 തവണ. വീണ്ടും നമുക്കിനെ 3-യുടെ ടേബിൾ ചൊല്ലി കട്ട് ചെയ്താൽ 5 3s are 15, 3 4s are 12, 3 3s are 9. വേണമെങ്കിൽ നമുക്കിതിനെ ഇനി ഒരു 2 കൊണ്ടുകൂടെ ചെയ്യാം. എന്നാലും നമുക്കിത് വേണമെങ്കിൽ 2 കൊണ്ടുകൂടെ ചെയ്ത് നിർത്തിയേക്കാവേ. പ്രൈം ഫാക്ടർ വരുന്ന വരെ ചെയ്യാം. 5 2 2s are 4, 3 അങ്ങനെ തന്നെ എഴുതി. ഇനി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എത്രത്തിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ, സോ ആൻസർ ഈസ് 5 × 3 × 3 × 2 × 5 × 2 × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 45 × 2 90 900. ഒരു മിനിറ്റ്. 5 3s are 15, 3 2s are 6, 5 2s are 10, 3 വന്നു. 15 6 6 35, ശിഷ്ടം 4 1 6 4 105 × 30 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 6 90 ആണ് കേട്ടോ. സോ 90 × 30 എന്ന് പറയുമ്പോൾ 9 3s are 27, 2700. ഇങ്ങനെ കിട്ടി. നമുക്ക് ആൻസറിൽ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. ഓപ്ഷനിലെല്ലാം ഡെസിമൽ നമ്പേഴ്സല്ലേ കിടക്കണേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മൾ × 100 കൊണ്ടല്ലേ ഇത് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ആൻസർ കിട്ടാൻ വേണ്ടി ÷ 100 കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 2 കട്ടായിപ്പോൾ ബാക്കി വരുന്നത് 27.0 കേട്ടോ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. LCMങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയുമായി ടീച്ചർ എത്താം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂട്ടുകാർക്ക് അയച്ചും കൊടുക്കണം കേട്ടോ.